ഹായ് ഓൾ, ഇറ്റ്സ് മീ ജുക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിൽ 900 കണ്ടിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് കേട്ടോ പോകുന്നത്. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇതുപോലുള്ള പ്ലേസിലൊക്കെ പോകണമല്ലേ. നമ്മൾ ഇടയ്ക്കൊക്കെ എല്ലാ തിരക്കും മാറ്റി വെച്ച് ഇതുപോലുള്ള പ്ലേസിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ മൈൻഡിന് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമുക്ക് ഒരിക്കലും നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ല, ബിക്കോസ് നല്ല ഓഫ് റോഡാണ്. അപ്പം ഇവിടെ ജീപ്പ് അവൈലബിൾ ആയിരിക്കും. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 200 രൂപയാണ് ചാർജ്. അപ്പം മുകളിലേക്ക് കൊണ്ടുപോകുന്ന അതേ ജീപ്പിൽ വേണം നമ്മൾ താഴോട്ട് വരാൻ. ഏകദേശം 1 മണിക്കൂറാണ് അവർ നമുക്ക് ടൈം തരാം കേട്ടോ. മുൻപിലുള്ള ജീപ്പ് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് ശരിക്കും ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തില്ല കേട്ടോ. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള റൂട്ടാണ്. ആക്ച്വലി കുറച്ചുകൂടി കഴിയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്കത് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പോലും പറ്റില്ല, ബിക്കോസ് അത്രയും ഓഫ് റോഡായിരുന്നു. ആക്ച്വലി അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജിലുള്ള വ്യൂവിനേക്കാളും കൂടുതൽ അങ്ങോട്ടുള്ള റൂട്ടാണ് കേട്ടോ അതിനെ മനോഹരമാക്കുന്നത്. റോഡിൻ്റെ വീതി അതുപോലെ തന്നെ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഓപ്പോസിറ്റ് വണ്ടി വരികയാണെങ്കിൽ നമ്മൾ സൈഡ് പാർക്ക് ചെയ്ത് മാറി കൊടുക്കേണ്ടി ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ മുകളിൽ എത്തിയതിന് ശേഷമാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് 250 രൂപയാണ് കേട്ടോ. 250 രൂപേൻ്റെ ടിക്കറ്റിൻ്റെ കൂടെ ഗ്ലാസ് ബ്രിഡ്ജ് കൂടാതെ ഇതുപോലെ കുറച്ച് ആക്ടിവിറ്റീസും കൂടി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ സമയം കുറച്ച് സമ്മർ സീസൺ ആയത് കാരണം തന്നെ ഫോഗൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി നമ്മൾ ശരിക്കും നല്ല വിൻ്റർ സീസണിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്ത് ചെരുപ്പ് അഴിച്ചിട്ട് വേണം കയറാനായിട്ട്. ഞങ്ങൾ പോയ ദിവസം ഒരു മൺഡേ ആയിരുന്നു. ബട്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ടൈമൊന്നും ഗ്ലാസ് ബ്രിഡ്ജിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ കാണുന്ന സ്വിങ്ങും ട്രീ ടോപ്പ് വ്യൂ പോയിൻറ്റും ഒക്കെ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. അതുകൊണ്ട് ട്രൈ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് അതും കൂടി ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ടോട്ടൽ 900 ഏക്കർ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ 900 കണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.